കഥ ഹൃദയജാലകം തുറന്നപ്പോൾ പാർട്ട് 14. രചന ശാലിനി ഇ.എ. ഒരു നിമിഷം കാളിദാസിൻ്റെ കണ്ണിലൊരു മിന്നൽ പിണർ പാഞ്ഞുപോയതുപോലെ. ഒരു പുഞ്ചിരിയോടെ പൂമുഖവാതിൽ കടന്നു വരുന്നവളെ ഒരു ഞെട്ടലോടെയാണ് അവൻ നോക്കി നിന്നത്. പാലു കണ്ണുകൾ ചിമ്മി തുറന്ന് ഒരിക്കൽ കൂടി നോക്കി. അതെ, അവൾ തന്നെ. കാളി വാങ്ങിക്കൊടുത്ത സാരിയും അണിഞ്ഞ് നീളമുള്ള മുടിമടഞ്ഞ് മുന്നിലേക്കെടുത്തിട്ട് അതിൽ നിറയെ മുല്ലപ്പൂ വെച്ച് അത്രയ്ക്കും മനോഹരിയായി. അപ്പോൾ നേരത്തെ കണ്ടവൾ അവളെവിടെ? ആരാണവൾ? ഒരു നിമിഷം ബാലുവിൻ്റെ കണ്ണുകൾ ആ ഹോളിലെ മൊത്തം ഒന്ന് അലഞ്ഞു. മാധവിൻ്റെ കൈയും പിടിച്ചു നിൽക്കുന്ന ഹൃദ്യയിലാണ് ആ നോട്ടം ചെന്ന് അവസാനിച്ചത്. അവൻ്റെ കണ്ണുകളിൽ ഒരു അത്ഭുതഭാവം നിറഞ്ഞു. എന്നാൽ പൂമുഖവാതിൽ കടന്നു വരുന്നവളെ കണ്ടിട്ടും മാധവിൻ്റെ മുഖത്ത് ആ അത്ഭുതഭാവം ഇല്ലെന്നത് ബാലുവിനെ അങ്ങേയറ്റം അതിശയിപ്പിച്ചു. അവൻ തൊട്ടടുത്ത് നിൽക്കുന്ന കാളിദാസിനെ നോക്കി. അവൻ്റെ മിഴികളിൽ നിറഞ്ഞിരിക്കുന്നത് മുഴുവൻ ജ്വാലയാണെന്ന് ഒരു നിമിഷം ബാലുവിന് തോന്നിപ്പോയി. കണ്ണെടുക്കാതെ ഒരേ നിൽപ്പാണവൻ. ബാലു വലത് കൈകൊണ്ട് അവൻ്റെ ഇടതു തോളിലൊന്ന് തട്ടി. അതോടെ ഒരു കുടച്ചിലോടെ കാളി തൻ്റെ മിഴികളെ മാറ്റി. ഗോപകുമാറും മുരളിനാഥും മാധവ് വന്നപ്പോൾ തന്നെ അവനെയും അവൻ്റെ അനിയത്തിയും പരിചയപ്പെട്ടതായിരുന്നു. എന്നാൽ അതേ രൂപത്തിലുള്ള ജ്വാലയെ കണ്ടതും അവർ ഇരുവരും ഒരു ആശ്ചര്യത്തോടെ മാധവിൻ്റെ അടുത്ത് നിൽക്കുന്ന ഹൃദയെ നോക്കി. ശാരദയ്ക്കും സേതുലക്ഷ്മിക്കും ജ്വാലയെ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ആ സന്തോഷത്തോടു കൂടി തന്നെ സേതുലക്ഷ്മി അവൾക്ക് അരികിലേക്ക് നടന്നു ചെന്നു. ജ്വാലക്കുട്ടി എന്താ ഇത്രയും വൈകിയത്? 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ചടങ്ങ് തീരുമായിരുന്നില്ലേ? എന്തുമോൾക്ക് എന്ത് വിഷമമാകുമായിരുന്നു? എന്തായാലും നന്നായിട്ടുണ്ട്, സുന്ദരിക്കുട്ടിയായിട്ടുണ്ട്. ജ്വാലയെ ചേർത്ത് പിടിച്ചുകൊണ്ട് സേതുലക്ഷ്മി കൂടി നിൽക്കുന്നവരുടെ ഇടയിലേക്ക് കയറി വന്നു. കാളിന്തി കൈ ഉയർത്തി ജ്വാലയുടെ ശ്രദ്ധയെ ആകർഷിച്ചു. അതോടെ അവളും കാളിന്തിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ അവർക്കിരുവശവും നിൽക്കുന്നവരുടെ മുഖങ്ങൾ അവളുടെ കണ്ണിൽ ആ നിമിഷം പതിഞ്ഞിരുന്നില്ല. അങ്ങനെ കേക്ക് കട്ടിംഗ് ചടങ്ങ് ആരംഭിച്ചു. ബലൂൺ പൊട്ടിച്ചും വർണ്ണക്കടലാസുകൾ വിതറിയും ആശംസഗാനം പാടിയും അവിടെ ശബ്ദമുഖരിതമായി. കട്ട് ചെയ്ത കേക്കിൽ നിന്നും ഒരു കഷ്ണം എടുത്തുകൊണ്ട് അവൾ ബാലുവിൻ്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഒരു കഷ്ണം കടിച്ചെടുത്ത് അതിൻ്റെ ബാക്കി അവൻ അവളുടെ വായിലേക്കും വെച്ചു കൊടുത്തു. അടുത്ത കഷ്ണം എടുത്തവൾ കാളിദാസിൻ്റെ വായിലേക്ക് വെച്ചു. അവനും അതിൻ്റെ ബാക്കി അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ആ രംഗങ്ങൾ ഫ്രെയിമിലാക്കുവാൻ ക്യാമറ കണ്ണുകൾ പലവട്ടം ചിമ്മി. ആ സമയത്തൊന്നും കാളിന്തിയുടെ ഏട്ടന്മാർ എന്നതല്ലാതെ അവരുടെ മുഖത്തേക്കൊന്നും ജ്വാല നോക്കിയിട്ടില്ല. കേക്കിൻ്റെ കഷ്ണങ്ങൾ കാളിന്തി അച്ഛൻ്റെയും അമ്മയുടെയും ചെറിയച്ഛൻ്റെയും ചെറിയമ്മയുടെയും വായിൽ വെച്ച് കൊടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് ഫോട്ടോഗ്രാഫർ. അടുത്തയാൾക്ക് കൊടുക്കാനായി കാളിന്തി കേക്കിൻ്റെ കഷ്ണം എടുത്തതും നോക്കിയത് ജ്വാലയുടെ മുഖത്തേക്കാണ്. ജ്വാല മിസ്സുവാ, കാളിന്തി വിളിച്ചതും ജ്വാല സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് കയ്യിലുള്ള ഗിഫ്റ്റുമായി അവൾക്കരികിലേക്ക് ചെന്നു. കേക്ക് സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഗിഫ്റ്റ് കൈമാറിയിരുന്നു ജ്വാല. വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അവൾ ഒരു കഷ്ണം കേക്കെടുത്ത് ജ്വാലയുടെ നേർക്ക് നീട്ടി. കാളിന്തിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ കേക്കിൻ്റെ ഒരു കഷ്ണം അവൾ കടിച്ചെടുത്തു. ബാക്കി ഭാഗം അതുപോലെ തന്നെ കാളിന്തിയുടെ വായിലേക്ക് വെച്ചു കൊടുത്തു. ഈ സാരി എവിടെയോ കണ്ടതുപോലെ നോക്കുകാളി. ഉടുത്തു നിൽക്കുമ്പോൾ ഈ സാരിക്ക് എന്ത് ഭംഗിയാണല്ലേ? വളരെ പതിഞ്ഞ സ്വരത്തിൽ തൊട്ടടുത്ത് നിന്ന സാരിയെക്കുറിച്ചുള്ള വർണ്ണന കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ ആ ശബ്ദത്തിൻ്റെ ഉടമയെ നോക്കി. ഇത് അയാളല്ലേ? കടുവയുടെ സ്വഭാവമുള്ളവൻ്റെ കൂടെ വന്നവൻ, അവൻ്റെ ശിങ്കിടി. ഇയാളെന്താ ഇവിടെ? അവൾ തെല്ലു അവജ്ഞയോടെ ബാലുവിനെ നോക്കി. ആരെങ്കിലും എന്തെങ്കിലും കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്നത് നോക്കിയിരിക്കുമല്ലേ, അത് ഉടുത്തു വിലസാൻ? പെട്ടെന്ന് കേട്ട ആ ശബ്ദത്തിനുടമയെ തിരിച്ചറിഞ്ഞതും അവളുടെ മിഴികൾ അവൻ്റെ നേർക്ക് പാഞ്ഞു. ഈ നിമിഷം താനിവിടെ മരിച്ചു വീണിരുന്നെങ്കിൽ എന്ന് അവൾ അതിയായി ആഗ്രഹിച്ചു. ഈ സാരി ഉടുക്കുന്നത് ആരാണോ കാണാൻ പാടില്ലാത്ത ആ ആളുടെ മുന്നിലേക്ക് തന്നെ താൻ എത്തപ്പെട്ടിരിക്കുന്നു. അവൻ വീട്ടിൽ വന്നപ്പോൾ ലാസ്റ്റ് പറഞ്ഞ വാക്കുകളാണ് അവളുടെ തലയ്ക്കുള്ളിൽ ആ സമയം മുഴങ്ങിക്കേട്ടത്. ഈ സാധനത്തിന് ഒരർത്ഥമേ ഉള്ളൂ. എൻ്റെ അമ്മയ്ക്ക് താൻ വിലയിട്ട സാരി, എൻ്റെ അമ്മ ഉടുക്കേണ്ട സാരിയുടെ വില വെറും 2000 രൂപയല്ല. ആ വിലയുള്ള സാരി ചേരുന്നത് നിൻ്റെ ഈ ശരീരത്തിനാണ്. കൊണ്ടുപോയി എടുക്ക്. കോടി പുതപ്പിച്ച് കിടക്കാനായാലും പട്ടടയിലേക്ക് എടുക്കാനായാലും. ആ വാക്കുകൾ ഓർക്കവേ അവളുടെ മിഴിക്കോണിൽ അശ്രു പൊടിഞ്ഞു. സമൂഹ മാധ്യത്തിൽ വിവസ്ത്രയാക്കപ്പെട്ട ഒരു ഫീലിംഗ് ആയിരുന്നു അവൾക്ക്. അവനിപ്പോൾ പറഞ്ഞ വാക്കുകളുടെ അർത്ഥം മനസ്സിലായതും അവളുടെ മിഴികൾ താണു. മിസ്സുവാ, നമുക്ക് ഫോട്ടോ എടുക്കാം. അതൊന്നും ശ്രദ്ധിക്കാതെ കാളിന്തി ചിരിച്ചുകൊണ്ട് അവളെ ക്ഷണിച്ചു. ഫോട്ടോയൊന്നും എടുക്കണ്ട. അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്ന ചിന്തയിൽ ജ്വാല പിന്തിരിഞ്ഞു നടന്നു. എന്ന് പറഞ്ഞാൽ എങ്ങനെ മിസ്സേ? മിസ്സ് ഫോട്ടോ എടുക്കാതെ പോയാൽ ഞങ്ങളുടെ കുട്ടിക്ക് വിഷമമാവൂലേ?
അങ്ങനെ പറഞ്ഞുകൊണ്ട് ബാലു ജോലയെ പിടിച്ച് വലിച്ചുകൊണ്ട് കാളിന്തിയുടെ വലതു സൈഡിലായി നിർത്തി. അതായത് കാളിന്തിയുടെയും കാളിദാസിൻ്റെയും നടുക്ക്. കാളിന്തി ജോലയുടെ അരക്കെട്ടിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തിയപ്പോൾ താൻ എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്ത അവസ്ഥയിലായി കാളിദാസ്. സാർ, ഒന്നുകൂടി ചേർന്ന് നിൽക്കി എന്ന് ഫോട്ടോഗ്രാഫർ കാളിദാസിൻ്റെ നേർക്ക് നോക്കി പറഞ്ഞതും ബാലു അവൻ്റെ ഇടതു കൈ പിടിച്ച് വലിച്ചതും അതോടെ ബാലൻസ് തെറ്റിപ്പോയി കാളിദാസ് ഇടതു കൈയാൽ ജോലിയുടെ ഷോൾഡറിൽ പിടിച്ച് ബാലൻസ് ചെയ്ത് നിന്നതും ആ മനോഹര ദൃശ്യ ഫോട്ടോഗ്രാഫർ ക്യാമറയിലേക്ക് പകർത്തിയതും വളരെ പെട്ടെന്നായിരുന്നു. കാളിദാസ് ബാലുവിനെ രൂക്ഷമായി ഒന്ന് നോക്കി. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് ഒരു ധ്വനി ആ നോട്ടത്തിൽ ഉണ്ടായിരുന്നു. തടി കിട്ടിയാൽ ഇരുന്നു തിന്ന എന്ന കണക്കിൽ ആ നിമിഷം തന്നെ ജ്വാല മുന്നിലെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഓടിപ്പോയിരുന്നു. കറക്റ്റ് ചെന്ന് നിന്നത് മാധവിൻ്റെയും ഹൃദയയുടെയും നടുക്ക്. തനിക്കിരുപുറവും നിൽക്കുന്നത് ആരാണെന്നറിയാതെ അവൾ മാറിൽ കൈകൾ പിണച്ചുകൊണ്ട് താഴേക്ക് നോക്കി നിന്നു. ശരിക്കും പറഞ്ഞാൽ നാണം കെട്ട ഒരു അവസ്ഥയായിരുന്നു ജ്വാലയ്ക്കപ്പോൾ. നാണക്കേടായി പോയല്ലോ ഭഗവാനെ. ആ കടുവയുടെ നേർക്ക് നോക്കി എന്തൊക്കെ ഡയലോഗ് അടിച്ച താനെന്ന്. എന്നിട്ടിപ്പോൾ ആ സാരി എടുത്ത് അയാൾക്ക് മുന്നിൽ. ഇതിലും വലിയൊരു നാണക്കേട് പറയാനുണ്ടോ? അവൾ തനിയെ നിന്ന് പിറുപിറുക്കുകയാണ്. മാധവ് തനിക്കരികിൽ നിൽക്കുന്നവളെ ഒന്ന് നോക്കി നിഷ്കളങ്കമായ മുഖഭാവത്തോടെ നിലത്തേക്ക് നോക്കി എന്തൊക്കെയോ പറയുകയാണ്. അപ്പുറത്ത് നിൽക്കുന്ന ഹൃദയയും അവളെ തന്നെ നോക്കുകയാണ്. മാധവ് ജോലയെ കണ്ടുമുട്ടിയതും അവളെക്കുറിച്ചുള്ള തൻ്റെ സംശയങ്ങളും അതിൻ്റെ പേരിൽ സെൻസസ് എടുക്കാൻ എന്ന വ്യാജേന ജോലയുടെ വീട്ടിൽ പോയതും എല്ലാം ഹൃദയയുമായി പങ്കുവച്ചിരുന്നു. ആ നിമിഷം തുടങ്ങിയതാണ് ജോലയെ കാണണം എന്നുള്ള ഹൃദയയുടെ ആഗ്രഹം. ജോല കയറി വന്നതും മാധവ് പറയാതെ തന്നെ ഹൃദയയ്ക്ക് അവളെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. മാധവിൻ്റേത് വെറും സംശയമല്ല, അത് സത്യം തന്നെയാണെന്ന് ജോലയെ കണ്ട നിമിഷം തന്നെ ഹൃദയയ്ക്ക് മനസ്സിലായി. അവൾ അറിയാതെ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഏട്ടൻ പറയുന്നത് പോലെയാണ് കാര്യങ്ങളെങ്കിൽ തൻ്റെയും ജോലയുടെയും ജീവിതത്തിൽ എത്ര വലിയ നഷ്ടമാണ് സംഭവിച്ചത്. ഒന്നിച്ചു വളരേണ്ട ബാല്യകാലം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തിയ ദൈവത്തിനോട് അവൾക്ക് അങ്ങേയറ്റം വെറുപ്പ് തോന്നി. കൊച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ നിമിഷം എന്തുമാത്രം സന്തോഷിക്കുകയായിരുന്നു. ആകാശിൻ്റെ ചിരിക്കുന്ന മുഖമായിരുന്നു അന്നേരം ഹൃദയയുടെ മനസ്സിൽ. അവളുടെ മിഴികൾ അനുസരണയില്ലാതെ പെയ്തു. എന്നാൽ ബാലുവിൻ്റെ മിഴികൾ ആ രണ്ട് മുഖങ്ങളെയും മാറി മാറി നോക്കുകയായിരുന്നു. പരിസരബോധം ഇല്ലാതെ നിൽക്കുന്ന ജോലയും കണ്ണിൽ നിന്നൊഴുകി ഇറങ്ങുന്ന നീർക്കണങ്ങളെ അടക്കാൻ പാടുപെടുന്ന ജോലയെപ്പോലും ഉള്ള മറ്റൊരുവളും. ശരിക്കും ഇരട്ടകളെപ്പോലെ തോന്നിക്കുന്ന ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ബാലു ആ നിമിഷം ചിന്തിച്ചത്. കാളിന്തിയുമായി ഓരോരുത്തരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. ആ തിരക്കിൽ നിന്നും ഒഴിഞ്ഞു മാറി തനിച്ചൊന്ന് നിൽക്കട്ടെ എന്ന് കരുതിയാണ് ജോല നിന്നിടത്തു നിന്നും തിരിഞ്ഞത്. അപ്പോഴാണ് അവൾ അടുത്ത് നിൽക്കുന്ന മാധവിനെ കാണുന്നത്. സാറെന്താ ഇവിടെ? മാധവിനെ പെട്ടെന്ന് അവിടെ കണ്ട ആകാംക്ഷയിൽ ജോല ചോദിച്ചു. കാളിന്തിയുടെ സഹോദരന്മാർ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്. ഒരു ഇളം പുഞ്ചിരിയോടെ മാധവ് പറഞ്ഞു. സാർ തനിച്ചാണ്? കൂടെ ആരെങ്കിലും? അനിയത്തി വന്നിട്ടുണ്ട്. ജോലയുടെ പിന്നിലേക്ക് വിരൽ ചൂണ്ടി മാധവ് പറഞ്ഞു. എന്നാൽ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയതും ജ്വാല ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. ഹൃദയയുടെ മുഖം കാണെ അവളുടെ മിഴികൾ അത്ഭുതം കൊണ്ട് വിടർന്നു. ഹൃദയ? അവൾ ഹൃദയയോട് ചോദിച്ചു. അതെ, എങ്ങനെയറിയാം? ഹൃദയയ്ക്ക് മാത്രമല്ല കേട്ടു നിൽക്കുന്ന മാധവിനും അത്ഭുതമാണ് തോന്നിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി തൻ്റെ പേര് ഞാൻ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഹൃദയ എന്നെപ്പോലെ തന്നെ എന്ന് പറയുമ്പോൾ കാണാൻ നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ദിവസം നിന്നെ കാണാൻ ഞാൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിരുന്നു. അന്ന് നീ ലീവായിരുന്നു. പിന്നെ ഓരോ തിരക്കിൽപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇത്രയും സാമ്യം നമുക്കെങ്ങനെ വന്നെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ജോല ഒരു ചിരിയോടെ ഹൃദയയുടെ തോളിൽ പിടിച്ചു. ചിലപ്പോൾ കഴിഞ്ഞ ജന്മം നമ്മൾ ഏട്ടത്തിയും അനിയത്തിയും ആയിരുന്നിരിക്കും അല്ലേ? അങ്ങനെ പറഞ്ഞുകൊണ്ടവൾ മാധവിൻ്റെ നേർക്ക് തിരിഞ്ഞു. സാറിനെ കണ്ട അന്നു മുതൽ ഞാൻ ചിന്തിക്കുന്നതാണ്, ഈ മുഖം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ ചിന്തകളെല്ലാം അതിന് പുറകെയായിരുന്നു. ആലോചിച്ച് കിട്ടാതെ വന്നപ്പോൾ ഞാൻ കരുതി സ്വപ്നത്തിലെങ്ങാനും ആയിരിക്കുമെന്ന്. സാറിനെ ആദ്യമായി ക്ലാസ് റൂമിൽ വെച്ച് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തൊട്ടതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതൊരിക്കലും സ്വപ്നത്തിൽ കൂടി കണ്ട കാഴ്ച ആവില്ലെന്ന് എനിക്ക് തോന്നി. എന്നാലും എവിടെ വെച്ചായിരിക്കും കണ്ടതെന്ന് ഈ തൊട്ടു മുൻപ് വരെ എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പോൾ എനിക്കറിയാം ഞാൻ സാറിനെ എവിടെ വെച്ചാണ് കണ്ടിരുന്നത് എന്ന്. അവൾ പറയുന്നത് കേട്ട് മാധവ് അത്ഭുതത്തോടെ അവളെ നോക്കി. കോളേജിൽ വെച്ചിട്ട് അല്ലാതെ നീ എന്നെ മുൻപ് കണ്ടിട്ടുണ്ടെന്നോ? എവിടെ വെച്ച്? ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സാറിനെ ആദ്യമായി കാണുന്നത്. എൻ്റെ അമ്മയുടെ ഒരു സഹോദരൻ താമസിക്കുന്നത് അതിരപ്പള്ളിയിലായിരുന്നു. ആ വർഷത്തെ ഓണം വെക്കേഷന് ഞങ്ങൾ അവിടേക്ക് പോവുകയുണ്ടായി. അന്ന് അവിടെ അമ്മയുടെ ചേച്ചിയുടെ മക്കളും 2 സഹോദരന്മാരും മക്കളും ഞങ്ങളൊപ്പം
വന്നിട്ടുണ്ടായിരുന്നു. അന്നൊരു വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു. എല്ലാവരും കൂടി അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോകാൻ തീരുമാനിച്ചു. അവരെല്ലാം എന്നെക്കാളും മൂത്തവർ ആയതുകൊണ്ട് എന്നെ നന്നായി ശ്രദ്ധിക്കണമെന്ന് അവരോട് അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് അവരെല്ലാം വെള്ളത്തിലിറങ്ങി കളിക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് സാർ എന്നെ വന്ന് തൂക്കി എടുത്തുകൊണ്ടുപോയത്. ഒരിടത്ത് നിർത്തിയാൽ അവിടെ നിൽക്കില്ല. മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ട് വീട്ടിലേക്ക് വാ, നല്ല അടി തരുന്നുണ്ട് ഞാൻ. എന്നെ പൊക്കി എടുത്തും കൊണ്ട് പോകുമ്പോൾ അതായിരുന്നു സാറിൻ്റെ ഡയലോഗ്. എനിക്ക് പരിചയമില്ലാത്ത ഒരാൾ എന്നെ പൊക്കിയെടുത്ത് കൊണ്ടുപോവുക മാത്രമല്ല എന്നെ ചീത്തയും പറയുന്നു. ഞാൻ അപ്പോൾ നന്നായി പേടിച്ചു പോയി. എന്നെ കൊണ്ടുപോയി ഒരു പാറക്കല്ലിൽ ഇരുത്തിയതിന് ശേഷം, ഇനി ഇവിടെ നിന്നും അനങ്ങിയാൽ നിൻ്റെ ചെവി രണ്ടും ഞാൻ പൊന്നാക്കും, പറഞ്ഞേക്കാം. അങ്ങനെ പറഞ്ഞ് കുറച്ച് അപ്പുറത്ത് നിൽക്കുന്ന കൂട്ടുകാരുടെ അടുത്തേക്ക് സാർ പോയതും ഞാനൊരു ഒറ്റ ഓട്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ അന്നത്തെ നെഞ്ചിടിപ്പ് പറയാൻ പറ്റുന്നത് ആയിരുന്നില്ല. പിന്നീടുള്ള ഓരോ രാത്രിയും ഞാൻ ഓർക്കും സാറിനെ. ചിലപ്പോൾ സാറിൻ്റെ അനിയത്തിക്ക് എൻ്റെ മുഖച്ഛായായിരിക്കാമെന്ന് അന്നെനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഒരു ഏട്ടൻ്റെ കരുതലോടെ അല്ലാതെ ഞാൻ സാറിനെ പിന്നീട് ഒരുത്തിരില്ല. ചോരയത് പറയുമ്പോൾ അന്നത്തെ ഓർമ്മ മാധവിൻ്റെ കണ്ണിൻ്റെ മുൻപിലും വന്നു നിന്നു. ഇപ്പോൾ ജ്വാലയത് പറയുന്നവരെ അന്നത്തെ ആ കുട്ടി ഹൃദയല്ലെന്നും മാധവിന് തോന്നിയിട്ടില്ല. മോളെ, ശരിക്കും നീ എൻ്റെ അനിയത്തി തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ മാറോട് ചേർക്കാൻ ആ നിമിഷം മാധവ് കൊതിച്ചു. ജ്വാല വാ, നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കാം. സേതുലക്ഷ്മി വന്ന് അവളുടെ കൈ പിടിച്ചപ്പോൾ മറുകൈ ഹൃദയയുടെ കയ്യിലും മുറുക്കി ജ്വാല. അവിടെ കൂടിയിരുന്ന എല്ലാവരുടെയും മിഴികൾ ആ നിമിഷം സേതുലക്ഷ്മിക്ക് പിറകിൽ പോകുന്ന രണ്ടുപേരിലായിരുന്നു. ആ പോകുന്ന ഇരട്ടക്കുട്ടികൾ ആരാണ്? ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ആ ചോദ്യമായിരുന്നു ഓരോ മിഴികളിലും. തങ്ങളുടെ നേർക്ക് നടന്നു വരുന്ന രണ്ടുപേരിൽ തന്നെയായിരുന്നു കാളിദാസിൻ്റെയും ബാലുവിൻ്റെയും മിഴികൾ. എന്നാൽ തന്നെ നോക്കി നിൽക്കുന്നവൻ്റെ ചോദ്യങ്ങളെ അതേ നാണയത്തിൽ തന്നെ നേരിടാൻ തയ്യാറെടുത്തും കൊണ്ടാണ് ജ്വാല ഓരോ ചുവടും മുന്നോട്ട് വെച്ചത്. തുടർച്ചയുണ്ട് കഥയുടെ അടുത്ത ഭാഗം.